റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കിന്ന് കുറച്ച് ചായപ്പൊടിന്റെ പാക്കറ്റ് എല്ലാം കൊണ്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. നമ്മുടെ കടയിൽ പിന്നെ ചായ ആക്കാൻ വേണ്ടി നമ്മൾ 1 കിലോന്റെ ചായപ്പൊടി മേടിക്കലുണ്ടായിരുന്നു. കാരണം മലയാളം ക്ലാസിക് അല്ലേ, മലയാളം ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് 1 കിലോന്റെ പാക്കറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ പൊളിച്ചതിന് ശേഷം ഈ പാക്കറ്റ് ഒന്നും കളയാണ്ട് ഇങ്ങനെ എടുത്തു വെച്ചതുകൊണ്ട് ഇങ്ങനെ അവിടെ വെറുതെ കണ്ടേരത്ത് എനിക്ക് തോന്നി നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് ഞാനും സാനിയും കൂടി ഇത് ഉണ്ടാക്കി നോക്കേണ്ട പരിപാടിയാണ്. ആവോ എന്നുള്ളത് അറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അടിഭാഗത്തായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലെ ഒന്ന് എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കത്രിക നല്ല മുറിച്ചുള്ള കത്രിക തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബിന്ദുവിൻ്റെ തുണി മുറിക്കുന്ന കത്രികയാണ്. വന്നിട്ട് കുഴപ്പാകലാകുമ്പോൾ സാധനം നമ്മൾ വന്നിട്ട് കുഴപ്പാക്കലായിരിക്കും. അപ്പം ഏകദേശം എല്ലാം ഒറ്റ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതേമാതിരി നേർത്തെടുത്തിട്ട് ഏകദേശം സ്ട്രോങ് എന്നുള്ളതിൻ്റെ ഈ സെൻറ്റർ പോയിന്റിലേക്ക് ഇത് വരിക. ഈ പോയിന്റിന് ശേഷം നേരെ ഇവിടെ നിർത്തേക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഭാഗത്തേക്കുമായിട്ട് ഇത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല. ഇതേമാതിരി വെക്കുക. എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കുക. പാക്കറ്റിന് ചെറിയൊരു കീറലുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അളവിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം മുറിക്കുമ്പം അഥവാ ചെറുങ്ങനെ പാളിപ്പോയതെല്ലാം സാധനം അപ്പുറം ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ പാക്കറ്റ് മുറിക്കുന്ന സമയത്തെല്ലാം സൈഡിലോട്ടെല്ലാം കീറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സാധനം അപ്പുറം നിന്ന് ഒട്ടിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം, ആവോ ഇല്ലയോ എന്ന് അറിയാലോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റും സെറ്റാക്കണം. അപ്പോൾ നമ്മൾ 5 എണ്ണമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. 5 എണ്ണമാണ് ശരിക്കും വേണ്ടത്, നക്ഷത്രത്തിൻ്റെ 5 കാലുകൾ. അപ്പോൾ ഏകദേശം 5 സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചേർത്തിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഈ അളവിലുള്ള കുറച്ച് സെല്ലോ ടേപ്പുകൾ മുറിച്ചെടുക്കണം. ഏകദേശം 6 സെൻറ്റിമീറ്റർ വലിപ്പം വരുന്നുണ്ട്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീട്ടുള്ള കുറച്ച് സെല്ലോ ടേപ്പുകൾ മുറിച്ചെടുക്കണം. ഇതേപോലെ 2 മടക്കും കൂടി പിന്നെ ഒട്ടിച്ചെടുക്കണം. കുറച്ച് റിസ്ക് ഉണ്ട്, അത് പിന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇപ്പോൾ സനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഉള്ളത്. സനു എൻ്റെ കയ്യിൽ പശ. ഇതേപോലെ ആ 2-ൽ പകുതി ഭാഗം വെച്ചിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക 2 സൈഡിലായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലിലേക്കാണ് അടുത്ത പിന്നെ പാക്കറ്റ് വെക്കേണ്ടത്. സാനി പാക്കറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ മറ്റേതാ അവിടത്തേക്ക് വെച്ചിട്ട് അത് നേരെ മടക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഒട്ടിക്കുക. ഇതിപ്പോൾ 4ാമത്തതാണ് ഒട്ടിക്കുന്നത്. 4 എണ്ണം ആയിട്ടുണ്ട്. 5 എണ്ണമാണ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടത്. കുറച്ച് നല്ലോണം ടാപ്പ് ഒട്ടിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇളകിപ്പോണ്ടി വരും. ആദ്യം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി മാത്രം ഒട്ടിക്കുന്നത്, എന്നിട്ട് അതിന് ശേഷം കുറച്ച് കൂടുതലായിട്ടൊന്ന് ഒട്ടിക്കേണ്ടി വരും. ഇപ്പോൾ 5ാമത്തെ ലാസ്റ്റിലത്തെ പാക്കറ്റും കൂടി ഒട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടി ഉള്ളിൽ ലൈറ്റും കൂടി ആക്കിയാൽ നല്ല വൃത്തിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രതീക്ഷയാണ് നമുക്ക്. അയാൾ കാണാം. എന്തായാലും ഇത് വേറെ ചിലവുള്ള കേസൊന്നുമല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്തൊരു ഹോബി. അങ്ങനെ 5ാമത്തതും ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഉള്ളിലെല്ലാം വേണമെങ്കിൽ ടാപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ ക്രാക്കുള്ള അടിക്കാനും ടാപ്പ് ഒട്ടിച്ചിട്ടൊന്ന് ക്ലിയർ ആക്കണം. ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും കൂടി കുറച്ച് ടാപ്പ് ഒട്ടിച്ച് ലെവലാക്കണം. അപ്പോൾ സനു അതിൻ്റെ പിന്നെ സൈഡ് ഭാഗം വരുന്നതെല്ലാം ജോയിൻറ്റ് ചെയ്യുന്നു. അതേമാതിരി ഉള്ളിലോട്ട ടാപ്പ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഒരു നക്ഷത്രത്തിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്.
ഞാനത് പിന്നെ ഒട്ടിക്കാൻ കഴിയായിട്ട് സനുവിന് കൈമാറിയിട്ടാണ് ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ചെറിയ കട്ടി കുറഞ്ഞ പേപ്പറാണ്. അതുകൊണ്ട് സനുവിൻ്റെ കൈമിൽ കൈമാറിയിട്ടാണ് ഉള്ളത്. സാനി അപ്പുറത്തുനിന്ന് പിന്നെ ടേപ്പെല്ലാം ഒട്ടിച്ച് പിന്നെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ ഒട്ടിച്ചെടുക്കണം. ഇത് നൈസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം കീറിപ്പോയിട്ടുണ്ട്. അവിടെയെല്ലാം സാധനം ഒട്ടിച്ചെടുക്കുമായിരുന്നു. വലിക്കുമ്പോൾ തന്നെ കീറിപ്പോകുന്ന പേപ്പറാണ്. പിന്നെ ഇതെല്ലാം പിന്നെ ക്രിസ്മസ് കഴിഞ്ഞപ്പാട് അങ്ങ് അയച്ചാടുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും 1-2 ആഴ്ചയെല്ലാം എന്തായാലും നിൽക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒരു ചെറിയ ഹോൾസ് ആക്കണം, കയറിട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലല്ലേ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂട്ടിയാണ് നമുക്ക് ബൾബ് താക്കേണ്ടത്. ആ ബൾബ് താത്തതിന് ശേഷം ആ കയറിട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ശരിക്കും നക്ഷത്രമായിട്ട് മാറും. അതേപോലെ നക്ഷത്രമായിട്ട് മാറും. അപ്പോൾ നമ്മളതിന് അടുത്ത പരിപാടി അത് ചെറുങ്ങനെ ഒന്ന് ഹോൾസ് ആക്കണം. അപ്പോൾ നമ്മളിത് പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ഈടെയായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നൂല് കയറ്റേണ്ടത്. 2 സൈഡിലായിട്ട് ഓരോ ഹോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലൂടെ നൂലിട്ട് കൊടുക്കണം. അപ്പോൾ സനു അതിൻ്റെ നടുക്കെല്ലാം ചെറിയ പാച്ച് വർക്കെല്ലാം ഉണ്ട് കീറിപ്പോയത്. അതെല്ലാം ഒന്ന് റെഡിയാക്കുമെന്ന്. സംഭവം ഏതായാലും നല്ല വൃത്തിയെല്ലാം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ലൈറ്റും കൂടി കയറ്റിയിട്ട് ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കണം. എന്നാലേ ഇതിൻ്റെ എത്രത്തോളം സക്സസ് ആയിരുന്നുള്ളത് അറിയൂ. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റും കൂടി ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അതിൻ്റെ ചരടും കൂടി കെട്ടണം. ഞാൻ നേരത്തെ തയ്യാറാക്കിയ ഹോൾസിൻ്റെ അകത്തോട്ട് നമ്മളൊന്ന് കയറിട്ടിച്ച് കെട്ടണം. നല്ല കെട്ടണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ലൈറ്റ് ഓൺ ആക്കി നോക്കണം. സംഭവം എന്തായാലും നല്ല സെറ്റപ്പായിട്ടുണ്ട്. നല്ല ചുവന്ന വെളിച്ചമായിട്ട് നല്ല ചായപ്പൊടീൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, പക്ഷേ ആ ചായപ്പൊടീൻ്റെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ LED ബൾബാണ് ഇട്ടിന്. അപ്പോൾ അതിൻ്റെ കളർ മാറ്റം. നമ്മൾ നേരത്തെ സാധാ ഇട്ടത് ആ ചുവന്ന ബൾബാണ്. ഒരു സാധാരണ പഴയ പണ്ട് കാലത്തുള്ള ബൾബാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ടത് LED ആയതുകൊണ്ട് അതിൻ്റെ കളർ മാറ്റമുണ്ട്. ശരിക്കും LED ഇടുന്നത് നല്ലത്. മറ്റേ ബൾബാകുമ്പം ശരിക്കും അതിൽ ചൂടായിട്ട് ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉരുകി പോകും. LED ആകുമ്പോൾ അങ്ങനെ ചൂടാവില്ല. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി പാക്കറ്റ് കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്ന ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാണ്ട് കുറേ പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.